പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഏതെങ്കിലും ഒരു വകുപ്പ് വെച്ചുകൊണ്ട് യേശുവിനെ അവഗണിക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ ജഡിക ശ്രമങ്ങൾ, ഈ ജഡിക ശ്രമങ്ങൾക്കെതിരെയാണ് കർത്താവിൻ്റെ വചനം എന്താണ് പറയണത്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. Take the word of God. Sudhikada hallelujah. Hallelujah, hallelujah, hallelujah. യേശുവേ നന്ദി, hallelujah, hallelujah. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. Hallelujah, hallelujah. ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹെബ്രായർ 13:5. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ഒരു പ്രഖ്യാപിതമായ നിലപാട് ദൈവത്തിൻ്റെ. മനുഷ്യന്മാർ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ തിരിയാൻ നോക്കും മനുഷ്യന്മാരെ. അപ്പം നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവവും നിലപാടുകളും നയങ്ങളും ഒക്കെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുക. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. ഹെബ്രായർ 13:5 ഏറ്റു പറഞ്ഞ് ഞാൻ ഒരു വിധത്തിലും നിന്നെ അവഗണിക്കുകയില്ല. നമ്മൾക്ക് ചങ്കുറപ്പോടുകൂടി വരാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം എന്ത് തന്നെയായാലും ഈ മനുഷ്യന്മാർക്കൊരു കുഴപ്പമുണ്ട്. അതായത് 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയാണ് മനുഷ്യൻ ഈ തെറ്റുകളെല്ലാം ചെയ്ത് കൂട്ടുന്നത്. ഈ 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ എന്ന് വെച്ചാൽ അവർ ആ സമയത്ത് ഇവരുടെ ബ്രെയിൻ ഇങ്ങനെ ഹൈജാക്ക് ചെയ്യും. എന്നിട്ട് അവർ വ്യഗ്രത കൂടും അവർക്ക്. അപ്പോൾ സെൽഫ് അസെർട്ട് ചെയ്യാനുള്ള ഈ വ്യഗ്രതയിൽ അവർ ദൈവത്തെ മറന്നു പോകും, സുവിശേഷത്തെ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൾക്കാർ PR ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാമെന്നൊക്കെ പറയണത്. അതാണ് PR കല്യാണമായിട്ട് എന്ത് ബന്ധം? PR കല്യാണമായിട്ട് ഒരു ബന്ധമില്ല. PR ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കത്തോന്നൊക്കെ പറയണില്ല ആൾക്കാരില്ലേ? അതെന്താ കാര്യം? അതാണ് വിഷയം. ഇനി ഞാൻ പ്രസവിക്കണ കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം കിട്ടിയാൽ മാത്രമേ ഞാൻ അമേരിക്കയിൽ പോയി പ്രസവിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നില്ലേ? എന്തെല്ലാം രീതിയാണ് ഇപ്പോൾ ആൾക്കാരുടെ മാറിയിരിക്കുന്നത്. ഇവിടുന്ന് 1 മാസം 2 ആഴ്ച പ്രഗ്നൻ്റായിട്ട് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് 10 മാസമായിട്ട് അവിടെ പ്രസവിച്ചിട്ട് അവിടുത്തെ പൗരത്വം മേടിക്കും. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ ഈ 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവർ ഒരു അജണ്ട ഫിക്സ് ചെയ്യും. ഈ അജണ്ടയുടെ അകത്ത് അവർക്ക് മനസാക്ഷിക്കും ദൈവത്തിനും സുവിശേഷം നിരക്കാത്ത എന്തെങ്കിലും വന്നാലും ഇവർ തട്ടിക്കളയും. അതും കാര്യമില്ലെന്ന് പറയും. അതും കാര്യമില്ല. ഇപ്പം ആരാ ഇതൊക്കെ നോക്കണമെന്നൊക്കെ പറയും. ഇപ്പം ആരാ ജാതി നോക്കണം, ഇപ്പം ആരാ മതം നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആത്മാവിനെ പണയപ്പെടുത്തുന്ന കാര്യമായാലും ശരി ദൈവത്തെ മാറ്റി നിർത്തി അവരൊരു ചിന്ത തീരുമാനിക്കും. ഇങ്ങനെ കുറേ തെറ്റുകൾ മനുഷ്യന് വരും. ഇങ്ങനെ തെറ്റുകൾ മനുഷ്യന് വരുമ്പോൾ ഇതെല്ലാം ശരിക്കും കർത്താവിൻ്റെ രീതി അനുസരിച്ച് നീ അജ്ഞതയുടെ കാലഘട്ടമെന്നും പറഞ്ഞൊരു വിഷയവും എപ്പോഴും ദൈവം ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. അജ്ഞതയുടെ കാലഘട്ടമെന്ന് അത് ഈ കാലഘട്ടമാണ്. അതായത് 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള കാലഘട്ടം. ടേക്ക് ദ ബിഡപ്പോൾ അജ്ഞതയുടെ കാലഘട്ടം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30. അപ്പോസ്തല പ്രവർത്തനം 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇത് കണ്ട, അതായത് ഇത് വളരെ സീരിയസ് ആയിട്ട് കേൾക്കണം നിങ്ങളെ സുവിശേഷം. അതായത് ദൈവത്തിൻ്റെ ഒരു അപ്രോച്ച്, ഒരു രീതിയാണ് ഈ പറയണത്. അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. അതാണ് നമ്മുടെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. അജ്ഞതയുടെ കാലഘട്ടം എല്ലാവർക്കും ഉണ്ടാവും. അജ്ഞതയുടെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം ചില ആൾക്കാർ മനഃപൂർവ്വം അബോർട്ട് ചെയ്യണില്ലേ? മനഃപൂർവ്വം അബോർട്ട് ചെയ്യും. എന്താ കാര്യം? ഇപ്പോൾ പ്രസവിച്ചാൽ അത് ശരിയാകത്തില്ല. കൊച്ചിനെ നമുക്ക് നമ്മുടെ വരുമാനം ഫിക്സായിട്ടില്ലല്ലോ. കൊച്ചിനെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അബോർട്ട് ചെയ്ത് കളയും. കൊച്ചിനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അബോർട്ട് ചെയ്ത് കളയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൻറ്റി അങ്ങനെയാണ് ചെയ്തത്, വല്യമ്മ അങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ മോഡലാക്കുന്നവരെ ആൻറ്റിനെയും വല്യമ്മനെയും പണ്ട് അബോർഷൻ ചെയ്ത ആൻറ്റിനെയും വല്യമ്മനെയും മോഡലാക്കും. ഇതാണ് അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആരെയും മോഡലാക്കണത്? ഈ പാപം നിനക്ക് മുമ്പേ നേരത്തെ ചെയ്തിട്ടുള്ള നിൻ്റെ ആൻറ്റി എന്ന് പറഞ്ഞ കോമരത്തിനെയാണ് നീ മോഡലാക്കണത്. ഞാനാണ് ദൈവമെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഇപ്പം തീരുമാനമായിട്ടുണ്ടാവും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം എന്താണ്? ഇതിനെ അജ്ഞതയുടെ കാലഘട്ടമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കുകയെ, അതായത് നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ ഇങ്ങനെ നീ വിവസ്ത്രനായിട്ട് ഈ വിറകിൽ ഒരു കോറവിറച്ചിയായിട്ട് നാണം കെട്ട് തൂങ്ങുമ്പോൾ ഇത് തന്നെ ഒരു ഓപ്പൺനെസ്സാണ് ശരിക്കും. എന്ന് വെച്ചാൽ നിൻ്റെ ഏത് കാലഘട്ടത്തിലാണ് നീ അനുതാപപ്പെട്ടെങ്കിലും നിന്നെ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണെന്ന് കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കണ്ണടച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഈശോയ്ക്കും മാതാവിനും ആദ്യമേ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ആഗസ്റ്റ് 16 എൻ്റെ പേര് വിനീത, മലപ്പുറം ജില്ലയിൽ തിരൂരാണ്. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ആഗസ്റ്റ് മാസത്തിൽ ഉടമ്പടി എടുക്കാൻ കാരണം ഒരു ചേച്ചിയാണ്. അതായത് എൻ്റെ അച്ഛന് തീരെ സുഖമില്ലായിരുന്നു. ഒരു ക്യാൻസർ അസുഖത്താൽ വിഷമിക്കുന്ന സന്ദർഭമായിരുന്നു. ആ സമയത്ത് ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ വളരെ വിഷമത്തോടെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഈ കൃപാസനം പത്രം കൊണ്ടു തന്നത്. ഞാനിതിനു മുന്നേ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടോ അറിഞ്ഞിട്ടോ യൂട്യൂബിൽ കണ്ടിട്ടോ ഒന്നുമില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ ആ കൃപാസനത്തിൻ്റെ പേപ്പറിൽ ഞാൻ ഫസ്റ്റ് തന്നെ വായിച്ചത് ഒരു ചേച്ചിക്ക് വയറിലെ മുഴ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി അത് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ കണ്ടില്ല എന്നായിരുന്നു. എൻ്റെ അച്ഛനും സെയിം അസുഖം തന്നെയായിരുന്നു. അതായത് അച്ഛൻ്റെ ബ്രെയിനിൽ 2-3 മുഴയുണ്ടായിരുന്നു. പിന്നെ തൈറോയിഡ് ക്യാൻസറും ആയിരുന്നു. അപ്പം എനിക്കും വേറെ ഇപ്പം നിവൃത്തിയൊന്നും ഇല്ലാത്തതിനാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ അച്ഛൻ്റെ അസുഖം മാറും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു ഹിന്ദു ആയതിനാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല എന്നെനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അറിഞ്ഞ അന്ന് തന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു തവണ നീ പോയിക്കോ,
എന്ന് ഒരു സമ്മതം കിട്ടിയപ്പോൾ ഞാൻ വേഗം ഓടിച്ചാടി ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഫസ്റ്റിന് ഉടമ്പടി എടുത്തു, എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു. അങ്ങനെ അച്ഛൻ്റെ 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത സ്കാനിങ്ങിന് പോയപ്പോൾ ആ മുഴ രണ്ടും കണ്ടില്ലായിരുന്നു. അതായിരുന്നു അന്നത്തെ എൻ്റെ സാക്ഷ്യം. ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത് സാക്ഷ്യം പറയാൻ എത്തിയിരിക്കുന്നത്, ഞാൻ ഈ അഖണ്ഡ ജപമാല റാലിയിൽ ഈ ഒക്ടോബർ 26, 2025 ഒക്ടോബർ 26 ഉണ്ടായിരുന്ന അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, കാരണം വീട്ടിൽ നിന്നുള്ള സമ്മതം കിട്ടുക പ്രശ്നമായിരുന്നു. എങ്കിലും വേണ്ടില്ല, ഞാൻ ട്രെയിന് ബുക്ക് ചെയ്തപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. എന്നിട്ട് പിന്നെ അതുമാത്രമല്ല, ജപമാല റാലിയുടെ തലേ ദിവസമൊക്കെ എനിക്ക് കലശലായ ഭയങ്കര വയറുവേദന, എന്താണെന്നറിയില്ല, ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടാണോ വരുമോ ഹോസ്പിറ്റലിലേക്കാണോ പോകേണ്ടത്, എനിക്ക് സംശയമായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ അന്ന് രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. പക്ഷേ സ്റ്റേഷനിലെത്തിയതോടെ എൻ്റെ വയറുവേദനയൊക്കെ മാറി, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റിലായത് കാരണം സീറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങൾ കമ്പാർട്ട്മെൻറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇപ്പോൾ രാത്രി ഉറങ്ങാതെ ഇപ്പോൾ എങ്ങനെയാണ് ഈ 13 കിലോമീറ്റർ യാത്രയൊക്കെ നടത്തുക എന്നൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും അമ്മ മാതാവിൽ അത് എല്ലാം സമർപ്പിച്ച് ഇവിടെ വണ്ടി ഇറങ്ങി. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് തന്നെ ജപമാല റാലിയിൽ പങ്കെടുത്തു. എൻ്റെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭാഗോടമ്പടി നടക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മാവനും തമ്മിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം വേണം, ഒരാൾക്ക് കൂടുതൽ സ്ഥലം വേണം, മറ്റൊരാൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്ഥലം വേണമെന്നൊരു തർക്കത്തിൽ 17 വർഷമായിട്ട് 2 വീടും അടുത്തടുത്താണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ ബന്ധുക്കളായിരുന്നിട്ട് പോലും വളരെ തീരെ സ്വരച്ചേർച്ചയില്ലാതെ ഇരിക്കുന്നൊരു 17 വർഷം, കുറേ കാലം. ഞാൻ കാണുമ്പോൾ തൊട്ടേ ഇത് തമ്മിലുള്ള വിഷയമാണ്. ഞാൻ കല്യാണം കഴിച്ച് വേറെ വീട്ടിലാണ്, എങ്കിലും നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വരുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേര് ഞാൻ എന്ന് ചെന്നാലും അച്ഛൻ ഇതെടുത്തിടും, പിന്നെ നമുക്കവിടെ സമാധാനമില്ല. അപ്പോൾ അത് കാരണം നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ പോലും എൻ്റെ വീട്ടിലേക്ക് പോകാതിരിക്കുകയും ചെയ്യാറ്, കാരണം ഇത് കാരണം ആ സമാധാനം ഇല്ലാണ്ടായി പോവുകയാണ്. അപ്പോൾ ആ ഒരു വിഷയമാണ്. അപ്പോൾ ഈ ജപമാല റാലിയുടെ മുന്നെയാണ് ആ സ്ഥലം അളവ് പറഞ്ഞിരുന്നത്. അപ്പം ഞാനാണ് ഈ ജപമാല റാലി കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് അവർക്ക് കൊടുത്ത്, എനിക്ക് ഒഴിവില്ല, ഈ ഒരു ഡേറ്റിന് മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജപമാല റാലിയുടെ പിറ്റേ ദിവസമാണ് ആ സ്ഥല അളവ്. അങ്ങനെ ജപമാല റാലിയിൽ ഈ നിയോഗം പ്രത്യേകം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവിടുന്നുള്ള മണ്ണ് ഞാൻ കൊണ്ടുപോയിരുന്നു. ഉടമ്പടി ഉപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നു, തൈലം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലം അളവിൻ്റെ മുന്നേ ഞാൻ അവിടെ ഈ ഇവിടുത്തെ വിശ്വാസപ്രമാണം ചൊല്ലി ഇവിടുത്തെ മണ്ണിട്ടു, പിന്നെ ഉപ്പിട്ടു, പിന്നെ അളവ് കഴിയുന്നവരെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ഞാൻ ചൊല്ലുന്നത് ഇവർക്ക് മനസ്സിലായിരുന്നു, എന്തൊക്കെ ഇവൾ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായി. അമ്മാവനും അവരൊക്കെ ഇവൾക്കെന്താ പ്രാർത്ഥന മൂത്ത് ഭ്രാന്തായോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലായി. അതൊന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് സ്വത്തും മുതലും അതുമല്ല വേണ്ടത്, നമുക്കൊരു സമാധാനമായിരുന്നു വേണ്ടിയിരുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ജപമാല റാലിയിൽ പങ്കെടുത്ത്. അളവ് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു ചെറിയ സ്ഥലത്തിന് ഒരു കശപിശുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛന് ഭയങ്കര വാശി പിടിച്ച ആളാണ്. പക്ഷേ അച്ഛനത് വിട്ടുകൊടുത്തു, അത് സാരില്ല, അത് അവനെടുത്തോട്ടെ എന്ന് പറഞ്ഞു. അത്രയും മാതാവിൻ്റെ ശക്തിയാണ്, ആ ജപമാല റാലിയുടെ ശക്തിയാണത്. അവരുടെ മനസ്സ് പോലും 17 വർഷമായിട്ട് അവരുടെ മനസ്സ് മാറാതിരുന്ന, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതിരുന്ന അവർ ആ കിട്ടിയ സ്ഥലത്ത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. അത് വളരെയധികം നന്ദി. ഇപ്പം എനിക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു പ്രശ്നവുമില്ല, വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 13 വർഷമായി എൻ്റെ ശരീരത്തിൽ ചുവന്ന് അടിച്ച കുരുക്കളും അതെപ്പോഴും ചൊറിഞ്ഞ് എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് നടക്കേണ്ട, ഒരു വർഷത്തിലൊരു 5-6 പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് നടക്കണം, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിക്കാറുണ്ട്. അതുവഴി എൻ്റെ ആ അസുഖം പിന്നീട് വന്നിട്ടില്ല. പിന്നെയുള്ളത് എൻ്റെ ജോലിയിലെ കാര്യമാണ്. എൻ്റെ ജോലിയിൽ 6 മാസമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കണ്ടിന്യൂസ് സാങ്ഷൻ്റെ പ്രശ്നം. അപ്പോൾ അത് ഞാൻ ഉടമ്പടി ആരാധനയിൽ വയ്ക്കുകയും പിന്നെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ എപ്പോഴും ഞാനത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ 6 മാസത്തെ ശമ്പളം ഇപ്പോഴും ശമ്പളം കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീടുള്ളത്, എനിക്ക് വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു നൃത്തം അഭ്യസിക്കണം എന്നുള്ളത്.
പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ സാമ്പത്തികം അച്ഛനത്ര ഇല്ലാത്ത കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെയും ഒരു ടീച്ചറടുത്ത് പോയി. പക്ഷേ ഒരിക്കലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ജോലിയുടെ തിരക്കുകാരും ബാക്കിയുള്ള പ്രശ്നങ്ങളും കാരണം. പക്ഷേ ഉടമ്പടി കഴിഞ്ഞ വഴി പിന്നെ എന്നും എനിക്ക് പോവാനായിട്ട് കഴിഞ്ഞു. പിന്നെ അരങ്ങേറ്റത്തിൻ്റെ അതുവരെ എത്തി. അപ്പോഴും അരങ്ങേറ്റത്തിന് 2 മാസം മുന്നേ എനിക്ക് വേരിക്കോസ് വെയിൻ്റെ പ്രശ്നം വന്ന് കാലിലാകെ നീരായി. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ ഇപ്രാവശ്യം അരങ്ങേറ്റത്തിന് ഉണ്ടാവില്ല വിചാരിച്ചു. പക്ഷേ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷനോ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത്. അപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെയും പ്രാക്ടീസ് തുടങ്ങാനും 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് അരങ്ങേറ്റം കുറിക്കാനും സാധിച്ചു. അതൊക്കെ അമ്മമാതാവിൻ്റെ വളരെയധികം ബ്ലെസ്സിങ് കൊണ്ടാണ്. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് എപ്പോഴും പോകുമ്പോൾ ഒരു 5 കെട്ട് പത്രമാണ് ഞാൻ വാങ്ങിക്കൽ. ഇവിടുന്ന് കിട്ടുന്ന പത്രവും ബാക്കിയും കൂടി മൊത്തത്തിൽ 5 കെട്ട്, കാരണം അത്ര എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണമാണ്. പക്ഷേ ഈ പത്രമൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് തീർന്ന് പോവുകയാണ്. അതാണ് എൻ്റെ ഒരു വിഷയമുള്ളത്. കാരണം ഞാൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഹോസ്പിറ്റലിലേക്കാണ്, അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ രോഗികൾക്ക് കൊടുക്കുമ്പോഴും വഴിയിൽ കാണുന്നവർക്ക് കൊടുക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് തീർന്ന് പോവും. പിന്നെ അവരോട് പറയുമ്പോൾ ഞാൻ അവിടെ ഒരു വാർഡിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ വാർഡിലേക്ക് അവരടുത്ത് ഈ പത്രം കൊടുക്കുമ്പോഴും അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ആദ്യം പ്രാർത്ഥിക്കാതെ അവിടെ വാർഡിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിന്നെ നിങ്ങളെ കാര്യം പറയുമ്പോൾ ദൈവം അത് കേൾക്കും. അങ്ങനെയാണ് ഞാൻ അവരോട് പ്രാർത്ഥിക്കാറ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരുടെയും എവിടെയാണോ രോഗസ്ഥലം എങ്കിൽ അവിടെ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ നേഴ്സുമാരൊക്കെ കാണുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ രോഗചികിത്സാ കേന്ദ്രമല്ല, അത് ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്, നിങ്ങളിവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അതൊന്നും സാരമില്ല, എനിക്ക് വിഷമമില്ല. പക്ഷേ അവിടുത്തെ ബാക്കിയുള്ള രോഗികളെ കാണാൻ പറ്റിയില്ലല്ലോ, അവർക്ക് പത്രം കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമാണ് അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എനിക്കുണ്ടായിരുന്നത്. പിന്നെയുള്ളത്, എൻ്റെ തിരിയിലൊക്കെ മാതാവും എപ്പോഴും തിരിയിൽ തിരുഹൃദയവും പ്രാവും കുരിശുരൂപവും ഒക്കെ വരാറുണ്ട്. ഒരു തവണ എൻ്റെ എൻ്റെ തിരിയിൽ, നീലത്തിരിയിൽ മാതാവ് വന്നിട്ടുണ്ട്. ആ മാതാവിനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അങ്ങനെ എൻ്റെ ചെറിയമ്മയ്ക്ക് ICUവിൽ വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളൊരവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഈ ഉടമ്പടി തൈലൊന്ന് അവർക്ക് പുരട്ടി കൊടുക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം രാത്രി അവരുടെ അടുത്ത് നിൽക്കാൻ പോയി. അങ്ങനെ കണ്ണൊന്നും തുറക്കാതിരുന്ന അമ്മയാണ്. ഞാൻ ഉടമ്പടി തൈലം ഉപ്പ് അവരുടെ ഇതിൽ വിട്ടു. പിന്നെ ആ മാതാവിൻ്റെ, ആ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ആ രൂപം അത് അവരുടെ കിടക്കയുടെ അടിയിൽ ഞാൻ വെച്ചു. അതുപോലെ തന്നെ പത്രം അവരുടെ തലയണയുടെ ബാക്കിൽ വെച്ചു. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം അവർ കണ്ണ് തുറന്നു. പിന്നെ തീരെ സംസാരിക്കാതിരുന്ന അവർ സംസാരിച്ചു, എന്നെ അറിയാൻ തുടങ്ങി, ഓരോരുത്തരും തിരിച്ചറിയാൻ തുടങ്ങി. ഞാൻ ഒരു ദിവസം നിന്നുള്ളൂ, ഒരു രാത്രിയിലാണ് ചെന്ന്, അടുത്ത വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ പോന്നു. അപ്പോഴേക്കും എനിക്ക് അവരെ പിടിച്ച് നിർത്തി ഇരുത്താനായിട്ട് എന്നെക്കൊണ്ട് കഴിഞ്ഞു. ഇപ്പം അമ്മ സുഖമായിട്ട് വീട്ടിൽ നിൽക്കുന്നു. കാരണം അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞൊരു അമ്മയാണ്. നമ്മുടെ ഉടമ്പടി തൈലവും ഈ പത്രത്തിൻ്റെയും ഒക്കെ അമ്മമാതാവിൻ്റെ ശക്തി കൊണ്ടാണ് അവർ സുഖപ്പെടുത്തിയത്. പിന്നീടുള്ളത്, ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ മോനും ഒക്കെ ഉടമ്പടി തൈലം എക്സാമിൻ്റെ ടൈമിലായാലും അവർക്കൊക്കെ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട്. പിന്നെ കാശുരൂപം, അത് എനിക്ക് കിട്ടുന്നതല്ല, വേറെ കാശുരൂപമാണ്, അത് അവരുടെ പോക്കറ്റിൽ കുത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ എൻ്റെ മോന് കഴിഞ്ഞ CBSE 10th ബോർഡ് എക്സാമിൽ ഓൾ ഇന്ത്യയിൽ 9ാം റാങ്ക് ലഭിക്കുകയുണ്ടായി, 98.2%. നവോദയയിൽ ഓൾ ഇന്ത്യയിൽ 4ാം റാങ്കും കിട്ടി. അങ്ങനെ ഒരു വളരെ വലിയൊരു അനുഭവം. അതുവരെ അവന് അത്രയും ഒരു മാർക്ക് കിട്ടിയില്ല, 95%-ൻ്റെ മുകളിലൊരു മാർക്ക് കിട്ടിയിരുന്നില്ല സ്കൂളിലൊന്നും നടത്തിയ പരീക്ഷയിൽ. ആദ്യമായിട്ടാണ് 98.2% മാർക്ക് കിട്ടുന്നത്. അങ്ങനെ വലിയ അനുഭവം ഉണ്ടായി. പിന്നെ അതേപോലെ എൻ്റെ ബന്ധുക്കൾക്ക് ആവശ്യമുള്ള പ്രാർത്ഥന ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ജപമാല എന്നും ചൊല്ലാറുണ്ട്. ഓരോ രഹസ്യത്തിലും ഓരോ കുടുംബത്തെ സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളത്. എൻ്റെ കുടുംബത്തെ മാത്രമല്ല, എൻ്റെ ബന്ധുക്കളായുള്ളവരും എൻ്റെ ജോലി സ്ഥലത്തുള്ളവരും എല്ലാവരും, എനിക്കറിയാവുന്ന, എനിക്ക് വേദനകളാൽ വിഷമിക്കുന്ന, രോഗങ്ങളാൽ വിഷമിക്കുന്ന അവരെല്ലാം, എനിക്കറിയാവുന്ന എല്ലാം സമർപ്പിച്ചിട്ടാണ് ജപമാല ഞാൻ ചൊല്ലാറുള്ളത്. അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ എനിക്ക് പറ്റാറില്ല.
ഞാൻ രാവിലെയും കുറച്ച് സമയം രാത്രിയും കുറച്ച് സമയം അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഈ കാശുരൂപം നമുക്ക് ആവശ്യമുള്ളവർ കൊടുക്കാറുണ്ട്. എൻ്റെ ആങ്ങൾ ഒരു തവണ എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ അവന് സാമ്പത്തികമായി കുറച്ച് പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ്റെ പേഴ്സിൽ നീ ഈ കാശുരൂപം വയ്ക്കും, ഒരു ദിവസം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും എന്ന് പറഞ്ഞിട്ട് അവനൊരു കാശുരൂപം, ഞാനൊരു വെള്ളിയാഴ്ചയാണ് അവൻ ആ കാശുരൂപം കൊടുക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ച അവനൊരു ഭയങ്കര ആക്സിഡൻ്റ് ഉണ്ടായി. അതായത് ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരു സ്കൂട്ടർ വന്നിട്ട് അവനെ ഇടിച്ച് തെറിപ്പിച്ചു. അവൻ ഡിവൈഡറിൽ പോയിട്ട് ഇടിച്ചു. തല അവിടെ വെച്ച് മുട്ടി അവൻ്റെ ബോധം പോയി. പക്ഷേ അവൻ്റെ കയ്യിൽ ആ കാശുരൂപം, ആ പേഴ്സിൽ ആ കാശുരൂപം, ഞാൻ തലയാഴ്ച കൊടുത്ത കാശുരൂപം ഉണ്ടായതുകൊണ്ട് അമ്മ മാതാവ് ഒരു പോറൽ പോലും ഇല്ലാതെ, ഒരു പുറത്തെ ഉള്ളിലൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ അവനെ കാത്തുരക്ഷിച്ചു. ആ മാതാവിൻ്റെ ശക്തി അത്രയും വലുതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ, എൻ്റെ ജോലിയിലൊക്കെ ഭയങ്കര, ഞാൻ പ്രൊമോഷനായിട്ടാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയത്. അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എല്ലാ ഭാരങ്ങളും നമ്മളെ തലയിലാണ്, നമ്മളാണ് ഓരോ തീരുമാനം എടുക്കേണ്ടത്. അതിൻ്റെ എന്ത് ആഫ്റ്റർ എഫക്റ്റും നമ്മൾ തന്നെയാണ് അനുഭവിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പേടിയോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ദൈവമാതാവ് നമുക്ക് ശക്തി തരും. അതായത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തേജക മരുന്ന് കഴിക്കുന്ന ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അത്രയും നന്നായിട്ടുള്ളൊരു ഫീലിംഗാണ് കിട്ടിയത്. കാരണം നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങളോട് നമ്മൾ എങ്ങനെയോ ചെയ്യുന്നു. അതായത് ഞാനിപ്പോൾ ചൂരൽമലയിൽ, മുണ്ടക്കി ചൂരൽമലയിൽ പ്രശ്നമുണ്ടായിരുന്നു, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എൻ്റെ റെഗുലേറ്ററിൻ്റെ താഴേക്കാണ് ബോഡികളും മരങ്ങളും ഒക്കെ വന്നിരുന്നത്. അപ്പോൾ അവിടുന്ന് അത് എടുത്തു മാറ്റാനുള്ളൊരു നിയോഗം എനിക്കായിരുന്നു. ഞാനാണ് അവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. അപ്പം എനിക്ക് ആ NDRF ടീമിനെയും ഫയർഫോഴ്സ് ടീമിനെയും പോലീസ് ടീമിനെയും SP ടീമിനെയും എല്ലാം കൺട്രോൾ ചെയ്ത് ആ ഒരു പരിപാടി എന്നെക്കൊണ്ട് അറേഞ്ച് ചെയ്യാനും എന്നെക്കൊണ്ട് നേതൃത്വം നയിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അപ്പോൾ ഒന്നും ചിന്തിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് അപ്പോഴാണ് ആലോചിക്കുക. അതൊക്കെ ഉടമ്പടി എടുത്തതിൻ്റെ ഒറ്റ ബലം കൊണ്ടാണ് എനിക്കതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. ഏതായാലും ഇനിയും ഈ ആൾക്കാരിൽ കയറിയിട്ട് എനിക്കും ഇതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ സാക്ഷ്യങ്ങൾ പറയാൻ നിങ്ങളെ ദൈവം ശക്തരാക്കട്ടെ. ഈശോയ്ക്കും മാതാവിനും നന്ദി. എൻ്റെ പേര് സാറാമ്മ, ഇതെൻ്റെ മകൾ മഞ്ജു. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ 2022 ഇവിടെ വന്ന് മെയ് മാസം 17-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യം തന്നെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചത്, എനിക്കൊരു ഭവനമില്ലായിരുന്നു. ആ ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു. 2024 ആയപ്പോഴത്തേക്കിനും എനിക്കൊരു ഭവനം പഞ്ചായത്തിൽ ഞാൻ എഴുതി കൊടുത്തായിരുന്നു. അവിടുന്ന് എനിക്ക് ആ പൈസ പാസ്സായി. 2024 ഡിസംബർ 7-ാം തീയതി പണി തുടങ്ങി. ഏപ്രിൽ 7-ാം തീയതി ഞാൻ കയറി താമസിച്ചു. മാതാവ് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് 2016 എൻ്റെ വലത്തുവശത്തെ ചെവിടിൻ്റെ ഇവിടെ ഉമിനീര് ഗ്രന്ഥിയിൽ ഒരു വേദന വന്നു. ഡോക്ടറെ പോയി കണ്ടപ്പം ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അതങ്ങനെ അങ്ങ് മാറി. പിന്നെ 2025 ആയപ്പോഴത്തേക്കിന് എനിക്കിവിടെ വലത്തുവശത്തെ ഗ്രന്ഥിയിൽ നീര് വരികയും അവിടെ നിന്ന് പഴുപ്പ് വരികയും ചെയ്തു. ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, സ്കാനിങ് ഒക്കെ എടുത്ത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അവിടെ പ്രശ്നങ്ങൾ വരും, ഒരു വശത്തേക്ക് കോടി പോകുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഒരു വശം തളർച്ച സംഭവിക്കുമെന്ന് പറഞ്ഞു. മാതാവിനോട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാതാവിനോട് ഈശോയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 5-8 ഡോക്ടർമാരെ കണ്ടപ്പോൾ ആ ഡോക്ടർമാരെല്ലാം ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. ഇപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവിടെ കല്ലുമില്ല, പഴുപ്പുമില്ല, ഒന്നുമില്ല. മാതാവ് ഈശോയും ഒത്തിരി അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ചെയ്തു. എത്ര നന്ദി പറഞ്ഞാലും പോരാ. ഇനി പറയാനുള്ളത് എൻ്റെ മകൾ പറയും. ഞാനും 2022 മെയ്യിലാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ IELTS എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. അങ്ങനെ 3 തവണ എഴുതിയപ്പോഴും എനിക്ക് കിട്ടിയില്ല. 0.5 ഞാൻ പോവായിരുന്നു. അപ്പോൾ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ വിദേശത്ത് പോകാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇസ്രായേലിന് പെട്ടെന്ന് ശരിയായി. പെട്ടെന്ന് എല്ലാ പ്രോസസ്സിങ് എല്ലാം ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂവിന് ഞാൻ കയറിയ സമയത്ത് എൻ്റെ പേഷ്യൻ്റ് മരിച്ചുപോയി. എൻ്റെ വിസ പെട്ടെന്ന് ക്യാൻസലായി. അവിടെ നിന്ന് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു.
ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത് എനിക്ക് വിസ വന്നു. വിസ വന്ന അവിടെ ഞാൻ ഇപ്പോൾ ഇസ്രായേലിൽ ഞാൻ ജോലി ചെയ്യുവാണ്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈശോ മാതാവ് എനിക്ക് നല്ലത് തരാൻ വേണ്ടിയായിരുന്നു എനിക്ക് ആദ്യത്തെ വിസ ക്യാൻസലായതെന്ന്. ഞാൻ UK പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു, എന്താ എനിക്ക് അവിടെ ശരിയാവാതിരുന്നത്. ഇപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു പറയുമ്പം ഞാൻ വിചാരിക്കും, എനിക്ക് മനസ്സിലായി മാതാവ് നല്ലതിന് വേണ്ടി എന്നെ ഇസ്രായേലിന് വിട്ടത്. UK ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കഷ്ടപ്പാടായിരിക്കുമെന്ന് മാതാവിനത് അറിയാവുന്നതുകൊണ്ടാണ് എന്നെ ഇസ്രായേലിലേക്ക് വിട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഉടമ്പടി എടുത്തത് പിന്നെ ഞാൻ എന്നും പള്ളിയിൽ പോകുമായിരുന്നു. അതിനു മുമ്പ് ഞാൻ നേഴ്സാണ്. ജോലിക്ക് പോകുന്ന സമയത്ത് ആരെങ്കിലും ചോദിക്കും കുർബാനയ്ക്ക് പോയോന്ന് ചോദിക്കുമ്പോൾ ഇല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞു ഇരുന്ന ആളായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്ത സമയത്ത് മുതൽ എന്നും ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും എന്നും പോകുമായിരുന്നു. അത് നമുക്ക് മുടക്കാൻ പറ്റാത്തൊരു കാര്യം, നമ്മുടെ ജീവിത ദിനകൃത്യം പോലെ ആയിപ്പോയി. പിന്നെ കുടുംബ പ്രാർത്ഥനയാണെങ്കിലും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ചെയ്യുമായിരുന്നു. എന്നാൽ കഴിയുന്ന, ഞങ്ങളുടെ കുടുംബത്താൽ കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. എല്ലാത്തിനും ഈശോ മാതാവും ഇന്ന് വരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി.